ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ആയുർരേഖ ചൂണ്ടുവിരലിന്റെ താഴെഭാഗത്തുള്ള വ്യാഴമണ്ഡലത്തിൽ നിന്ന് 3 കവരകളായി ആരംഭിച്ച് തള്ളവിരലിനെ വലയം വെച്ച് കങ്ങണം വരെയും ഇറങ്ങിക്കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിനുള്ള പല സുവർണാവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിൽ കിട്ടുമെന്നുള്ളതാണ് ഒരു സൂചനയായിട്ട് എടുക്കേണ്ടത്. ഈ രേഖകൾ കയ്യിൽ കണ്ട പലരുടെയും കൈകൾ നോക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനുള്ള ഒരു മിടുക്ക് ഇവർക്ക് പൊതുവിൽ കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സ്വന്തം ജോലിയിലോ ബിസിനസ്സിലോ വ്യത്യസ്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് വിജയിപ്പിച്ചെടുത്ത് സാമ്പത്തിക പുരോഗതി നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു ഗുണമായിട്ടുള്ളത്. ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ട പല രാഷ്ട്രീയ പ്രവർത്തകരും ചില പ്രത്യേക തന്ത്രങ്ങൾ ഉപയോഗിച്ച് അണികളെ സൃഷ്ടിച്ചെടുത്ത് നേതാവായി സ്വയം ചമഞ്ഞ് അധികാരം നേടാൻ കഴിവുള്ളവരായും അവരുടെ ജീവിതത്തിൽ കീർത്തിയും സ്ഥാനമാനങ്ങളും അവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ശ്രമിച്ചോളൂ. ആ രംഗത്ത് നിങ്ങളുടെ വിജയം ഉറപ്പാണ്. ഈ രേഖാലക്ഷണം കാണുന്ന മറ്റു ചിലരുടെ കയ്യിൽ അവരുടെ ശനിമണ്ഡലം കൂടി ഉത്തമമായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മീയ പാതയിലൂടെ മുന്നേറി കീർത്തിയും ഈശ്വരാനുഗ്രഹവും ആർജിക്കുന്നതിന് സാധിക്കുന്നതാണ്. അമ്പലങ്ങളിൽ ഭാഗവതം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും അത് അപഗ്രഥിച്ച് ജനങ്ങളെ സൽമാർഗത്തിലേക്ക് നയിച്ച് കീർത്തി നേടുന്ന ആത്മീയാചാര്യന്മാരുടെ കയ്യിലും ഈ രേഖാലക്ഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, നല്ല കീർത്തിയുള്ള അധ്യാപകരുടെ കയ്യിലും പലപ്പോഴും അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ ഈ രേഖാലക്ഷണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടീച്ചിങ് മേഖലയെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മേഖലയിൽ വന്നാൽ സൽകീർത്തിയും പുരോഗതിയും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ രേഖയെ വ്യാഴമണ്ഡലത്തിൽ വെച്ച് മറ്റ് രേഖകൾ ക്രോസ് ചെയ്താൽ ആ ക്രോസ് ചെയ്യുന്ന രേഖകൾ മാഞ്ഞു പോയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ രേഖാലക്ഷണത്തിന്റെ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.